Hello everyone, in this part we are going to see another fee-based financial service, that is portfolio management. What's portfolio? Portfolio എന്ന് പറഞ്ഞാൽ it is a cluster of securities owned by an individual or an organization. അതായത് നമ്മുടെ കയ്യിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയുണ്ട്. 10 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് മാത്രമാവില്ല. 10 ലക്ഷം രൂപയിൽ ചിലപ്പം ഒരു ലക്ഷം രൂപ ക്യാഷ് ആയിട്ടായിരിക്കും. പിന്നെ അതിൽ ഒരു 4 ലക്ഷം രൂപ നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ് ആയിട്ടായിരിക്കും. പിന്നെ ഒരു 3 ലക്ഷം രൂപ ഷെയർസ് ആയിട്ടായിരിക്കും. ഒരു 2 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ട് ആയിട്ടായിരിക്കും. അങ്ങനെ ഈ നമ്മുടെ കയ്യിലുള്ള പൈസേന്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ പ്രൊഫഷണൽ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് നമ്മുടെ പോർട്ട്ഫോളിയോ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള അഡ്വൈസറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. ഇറ്റ് ഈസ് യൂഷ്വലി ഡൺ ബൈ certain institutions. ഇന്ത്യയിലെ മോത്തിലാൽ ഓസ്വാൾ, ICICI Prudential എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യും. വെറുതെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ദേ ഷുഡ് ഹാവ് മിനിമം നെറ്റ് വർത്ത് ഓഫ് 50 lakhs. അങ്ങനെ ഒരുപാട് റെഗുലേഷൻസ് സെബി പറയുന്നുണ്ട്. അങ്ങനെ ഇൻഡിവിജ്വൽസിനും കമ്പനീസിന്റെയും പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാൻ സഹായിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് the right mix of investments to meet specific financial goals and risk tolerance of an investor. So basically, ഒരാളുടെ റിസ്ക്കും റിട്ടേണും തമ്മിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെ അയാളുടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, അയാളുടെ അസറ്റ് ഇൻവെസ്റ്റ് ചെയ്യണം, കുറച്ച് ലാൻഡിൽ വേണം, കുറച്ച് ക്യാഷിൽ വേണം, എത്ര ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതിന്റെ അഡ്വൈസറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. The basic features are asset allocation. കയ്യിലുള്ള അസറ്റ്സ് ഫണ്ട് ക്യാഷ് അലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അത് ഏതൊക്കെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, ഒരുപാട് പൈസ നമ്മൾ ഗ്രോത്ത് ആണ് എയിം ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂഷ്വലി ഇക്വിറ്റി ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും. നേരെ മറിച്ച് സ്റ്റെബിലിറ്റി ആണെങ്കിൽ നമ്മൾ ബാങ്ക് ഡെപ്പോസിറ്റ്, ഡിബഞ്ചേഴ്സ്, അതിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഓൾസോ ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് ഒരു സ്ഥലത്ത് മാത്രം വെക്കാതെ, അതായത് ഒരു ഇൻസ്ട്രുമെന്റിൽ മാത്രം വെക്കാതെ ബോണ്ട്, ഡിബഞ്ചേഴ്സ്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഷെയർ ഇൻവെസ്റ്റ് ചെയ്യുക. അതുപോലെ ഒരുപാട് ഇൻഡസ്ട്രീസിലും ഒരുപാട് സെക്ടേഴ്സിലൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. എന്തിനാണ് നമ്മൾ യൂഷ്വലി ഡൈവേഴ്സിഫൈ ചെയ്യുന്നത്? റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ. ഇപ്പൊ റിസ്ക്കും റിട്ടേണും നമ്മളൊരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ഹെൽപ്പ് ചെയ്യും. പോർട്ട്ഫോളിയോ മാനേജേഴ്സ് കണ്ടിന്യൂസ്ലി മോണിറ്റേഴ്സ്, അവർ നമ്മുടെ പോർട്ട്ഫോളിയോ, നമ്മുടെ സ്റ്റോക്കിന്റെ ഒക്കെ അവസ്ഥ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തിട്ട് അത് ബാലൻസ് ചെയ്യാൻ, അത് നമുക്കിപ്പം വല്ലാതെ ലോസിലൊക്കെ ആണെങ്കിൽ നമുക്കത് സെൽ ചെയ്യാൻ, ഗെയിൻ സാധ്യത ഉണ്ടെങ്കിൽ അത് ബൈ ചെയ്യാനൊക്കെ സഹായിക്കും. ദേ ഓൾസോ ഹെൽപ്സ് ഇൻ കസ്റ്റമൈസേഷൻ, അതായത് ഓരോരുത്തരുടെ ഏജിനനുസരിച്ചും അവരുടെ ഒബ്ജക്റ്റീവിനനുസരിച്ചും പോർട്ട്ഫോളിയോ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതായത് നമ്മൾ യൂഷ്വലി പറയും ചെറുപ്പകാലത്ത് 25 years ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒരു അഗ്രസീവ് പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും ആഗ്രഹിക്കുന്നത്. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ഹൈ റിസ്കി പോർട്ട്ഫോളിയോ, കൂടുതൽ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ ഓൾഡ് ഏജ് ആകുമ്പോഴേക്കും നമ്മൾ റിസ്ക് എടുക്കാൻ, നമ്മുടെ ലൈഫ് കുറച്ചേ ഉണ്ടാവുള്ളൂ, അപ്പൊ റിസ്ക് എടുക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവില്ല. അപ്പൊ റിസ്ക് കുറച്ച് ചെയ്യുന്നതാണ് കൺസർവേറ്റീവ് പോർട്ട്ഫോളിയോ. അവിടെ മെയിൻലി ഇൻകം ഫോക്കസ്ഡ് ആയിരിക്കും. അവിടെ ഷെയറിലൊക്കെ അധികം ഇടാതെ യൂഷ്വലി ഫിക്സഡ് ഡെപ്പോസിറ്റിലൊക്കെ ഇട്ടിട്ട് ഇൻകം ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും യൂഷ്വലി ഓൾഡ് ഏജ് പീപ്പിളിന്റെ പോർട്ട്ഫോളിയോ. അപ്പൊ ഓരോരുത്തരുടെ എയിം, ഏജ്, അതിനനുസരിച്ചൊക്കെ പോർട്ട്ഫോളിയോ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവര് ഹെൽപ്പ് ചെയ്യും. So these are the features of portfolio management. Now let's see its advantages. So as we have already seen, ഇത് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. എങ്ങനെ? ഡൈവേഴ്സിഫിക്കേഷനിലൂടെ പല സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട്, പല സെക്ടേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മൾ വി ഹാവ് ഓൾറെഡി സീൻ, ഓരോരുത്തരുടെ ഗോൾ അനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇപ്പൊ ചിലപ്പം നമ്മുടെ ലൈഫ് ഇവന്റ്സിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എഡ്യൂക്കേഷന് വേണ്ടിയിട്ടോ, വീട് വാങ്ങാനോ, റിട്ടയർമെന്റിന് വേണ്ടിയിട്ടോ, ആ ഗോൾസ് അനുസരിച്ച് ഏതൊക്കെ ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഉപദേശം അവർ തരും. അതുപോലെ തന്നെ നമുക്ക് ഒരു ഇമോഷണൽ ഡിസിപ്ലിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്,
അവർ സഹായിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഓൺ ആയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇമോഷണലി ഭയങ്കര ലോസ് ഒക്കെ അടിക്കുന്ന സമയത്ത് നമ്മളത് ഹോൾഡ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അല്ലാതെ ഇവർ നമ്മൾ എന്ത് ചെയ്യും, പാനിക് ആയിട്ട് സെല് ചെയ്യാനോ ബൈ ചെയ്യാനോ ഒന്നും നമ്മളെ പ്രേരിപ്പിക്കാതെ അവർ തന്നെ അത് നല്ല രീതിയിൽ ചെയ്യും. ഓൾസോ ടാക്സ് എഫിഷ്യൻസി, ടാക്സ് ടാക്സ് ഡിഡക്റ്റ് ചെയ്യാനുള്ള, ടാക്സ് കുറച്ചടയ്ക്കാനുള്ള സോഴ്സസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ദേ ഓൾസോ യൂസ് അഡ്വാൻസ് ഡേറ്റ അനാലിറ്റിക്സ്, ഫിനാൻഷ്യൽ മോഡൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി സഹായിക്കും. മോർ ഓവർ ദേ ആർ മോർ കൺവീനിയൻറ്റ് ആൻഡ് ടൈം സേവിങ്. അതായത് നമുക്ക് നമ്മൾ ആ പോർട്ട്ഫോളിയോനെ കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇവര് അതിനെക്കുറിച്ചുള്ള ന്യൂസസും കാര്യങ്ങളും ഒക്കെ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് ഏതൊക്കെ സാധനം വാങ്ങണം, എന്തൊക്കെ സെല് ചെയ്യണം, എന്തൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവ് പകർന്നു തരും. ദീസ് ആർ ദ അഡ്വാൻറ്റേജസ്. Now let's see disadvantages. ആരും ആർക്കും ഒന്നും ഫ്രീ ആയി കൊടുക്കില്ല. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ മാനേജേഴ്സ് വിൽ ഹാവ് സം സോർട്ട് ഓഫ് ഫീ പ്രൊഫഷണൽ സർവീസിന് വേണ്ടിയിട്ട്. അത് ചിലപ്പം ചെറിയ ഇൻഡിവിജ്വൽസിനോ ചെറിയ ബിസിനസ്സിനോ ഒന്നും താങ്ങണം എന്ന് ഇല്ല. അതുപോലെ തന്നെ അവർ നമ്മളെ പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അവിടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കൊള്ളണം എന്ന് ഗ്യാരണ്ടി ഇല്ല. ദേ വിൽ ട്രൈ. പക്ഷെ റിസഷൻ ഒക്കെ സമയത്ത് ഇപ്പം ഇക്കോണമി നല്ല ഡൗൺ ആയി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്തൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ വരുന്നതല്ല, നമുക്ക് ലോസ് ആവാനുള്ള ചാൻസും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ കണ്ടാണ് ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ. നമുക്ക് എന്തും ഓവർ ആയി കഴിഞ്ഞാൽ അത് പ്രശ്നമാവും. ഒരുപാട് ഡൈവേഴ്സിഫൈ ചെയ്താലും പ്രശ്നമാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോന്റെ മേലെ കൺട്രോൾ ഉണ്ടാവില്ല. അത് അവരായിരിക്കും പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അവര് പെട്ടെന്ന് ചിലപ്പം വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ടാക്സ് അട്രാക്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. നമ്മൾ മ്യൂച്വൽ ഫണ്ട് പഠിച്ചപ്പോൾ കണ്ടു, അധികം മ്യൂച്വൽ ഫണ്ടും ലെസ് ദാൻ 1 ഇയറിൽ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ എക്സ്ട്രാ ടാക്സ് കൊടുക്കേണ്ടി വരും. അങ്ങനെ പെട്ടെന്ന് വാങ്ങി പെട്ടെന്ന് വിറ്റാൽ ടാക്സ് അട്രാക്ട് ചെയ്യും. അതും ഒരു നെഗറ്റിവിറ്റിയാണ് ഇതിന്റെ. അതുപോലെ തന്നെ ഹൈ മിനിമം ഇൻവെസ്റ്റ്മെന്റ്. മെനി പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് റിക്വയർ എ വെരി ഹൈ ഇനീഷ്യൽ ക്യാപിറ്റൽ. അതായത് പലവരും കണ്ടീഷൻ വെക്കും. ഇപ്പൊ ഒരു ഇൻഡിവിജ്വലിന് 50 ലക്ഷം രൂപ മിനിമം വേണം, എന്നാൽ മാത്രമേ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത്ര പൈസ ഉണ്ടെങ്കിലേ അവരത് മാനേജ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു മിനിമം ഇൻവെസ്റ്റ്മെന്റ് അവര് പറയും. അപ്പൊ അങ്ങനെ പറയുന്ന സമയത്ത് ചെറിയ ആൾക്കാർക്കൊന്നും, സ്മോൾ ബിസിനസ്സിനും മിഡിൽ ക്ലാസ് ഇൻവെസ്റ്റേഴ്സിനൊന്നും ആ എമൗണ്ട് താങ്ങിക്കൊള്ളണം എന്ന് ഇല്ല. So these are the disadvantages of portfolio management. In this part, we have seen what is portfolio management, its features, advantages as well as disadvantages.